ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേപോലെയുള്ള വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോക്സുകൾ നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ ഉപയോഗിക്കാറുണ്ടായിരിക്കും. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോക്സുകളുടെ 2 ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ നിങ്ങളാരും അങ്ങനെ അധികം ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ബോക്സ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെയുള്ള ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോക്സും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്ലാസ്റ്റിക് ബോക്സ് കൂടാതെ ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള ഈ സാധനം കൂടെ നമുക്ക് വേണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറ്റ് വൈപ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവറിൻ്റെ മുകളിലുണ്ടാവുന്ന ഭാഗമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഇതേപോലെ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അടപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഹോട്ട് ഗ്ലൂ കൊണ്ട് തന്നെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ലിഡ് ഇങ്ങനെ തുറന്നു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഈ അടപ്പിൻ്റെ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ലൊരു ഹോളായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മാസ്ക്. ഈ മാസ്കുകളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഈ ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ മാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ മാസ്ക് ഇട്ട് വെച്ചതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ മുകളിൽ നിന്നും ഓരോന്നിങ്ങനെ എടുക്കാനായിട്ട് പറ്റും. നമ്മളിത് മൊത്തമായിട്ട് തുറന്നിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമായിരിക്കും. നമുക്ക് നല്ല യൂസ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ബോക്സിൽ നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സും ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലെ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബോക്സുകൾ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടും നല്ല എളുപ്പമായിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നതും ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ബോക്സിൻ്റെ നല്ലൊരു ഉപയോഗമാണ്. അപ്പോൾ ഇതിനായിട്ടും നമുക്ക് ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി നല്ല ബലമുള്ള പ്ലാസ്റ്റിക് ബോക്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോക്സ് വെച്ച് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതേപോലെയുള്ള സോപ്പ് ഡിസ്പെൻസറുകൾ. അതായത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ളത് വാങ്ങിക്കാറുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള സാനിറ്റൈസറിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോ ഒക്കെയാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇങ്ങനെ ഇതിൽ നിന്നും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ മുകൾ ഭാഗം ഊരിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനുള്ളിലുള്ള ഈ പ്രസ് ചെയ്യുന്ന ഭാഗം മാത്രം എടുക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അടപ്പിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ ബോട്ടിൽ നിന്ന് എടുത്തത് ഇതിനുള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഇതിൽ ഫിക്സ് ആയിട്ടിരിക്കാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഹോട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ ട്യൂബ് നമ്മുടെ ബോക്സിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉയരമുള്ള ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര അധികമൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ ബോക്സിൽ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സ്പോഞ്ചിൽ ഡിഷ് വാഷ് വരുന്നുണ്ടോ എന്നുള്ളത്. കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ബോക്സിൻ്റെ ഈ ലിഡിൻ്റെ ഇങ്ങനെ വക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്ക്രബ്ബറിലുള്ള വെള്ളമൊന്നും പുറത്തേക്ക് പോകുന്നില്ല.
അപ്പം നമ്മൾ എടുക്കുന്ന ബോക്സിൻ്റെ ലിഡിൻ്റെ ഈ സൈഡ് ഭാഗം കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ ഒരു പർപ്പസിന് നല്ലത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതേപോലെയുള്ള ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുകളോ അല്ലെങ്കിൽ സാനിറ്റൈസറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്പാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്